സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക റദ്ദാക്കി ഹൈക്കോടതി. പ്രവേശന നടപടികൾ ആരംഭിച്ച ശേഷം കീം പ്രോസ്പെക്ടസിൽ സർക്കാർ മാറ്റം വരുത്തിയ സാഹചര്യത്തിലാണ് നടപടി. പഴയ പ്രോസ്പെക്ടസ് അനുസരിച്ച് കീം റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണമെന്നും സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടു. വിധിക്കെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പാക്കുന്ന ഫോർമുലയാണ് സ്വീകരിച്ചതെന്നും സർക്കാരിന് വിഷയത്തിൽ മറ്റ് നിക്ഷിപ്ത താൽപര്യങ്ങൾ ഇല്ലെന്നും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് അവലംബിച്ചത്. കഴിഞ്ഞ വർഷം 35 മാർക്കിൻ്റെ വ്യത്യാസം വരാവുന്ന നിലയിലായിരുന്നു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അത് ഒരു കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. നമുക്കൊപ്പം ശ്യാം ദേവരാജ് ചേരുകയാണ്. ഗുഡ് ഈവനിങ് ശ്യാം ദേവരാജ്. എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്നതെന്ന് പറയുമ്പോൾ CBSE ആണ്, അല്ലെങ്കിൽ CBSEയിൽ നിന്ന് ഉള്ള കുട്ടികളാണ് ഹർജിക്കാരായി വന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. കോടതി ഇന്ന് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ചും പ്രോസ്പെക്ടസിൽ 1 മണിക്കൂർ മുമ്പ് മാത്രം വരുത്തിയ മാറ്റം, അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2025 ഫെബ്രുവരി 19 തീയതിയിലെ പ്രോസ്പെക്ടസിലേക്ക് മടങ്ങിപ്പോകണം എന്ന നിർദ്ദേശം കൂടി കോടതി നൽകുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും മാറ്റങ്ങൾ കൊണ്ടുവരിക റാങ്ക് ലിസ്റ്റിലടക്കം? ശ്യാം. സുജയ പാർവതി, ഇന്ന് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയാകുന്ന ഒരു നിലപാടാണ്, ഉത്തരവാണ് സംസ്ഥാന ഹൈക്കോടതിയിൽ നിന്ന് സിംഗിൾ ബെഞ്ചിൽ നിന്നും പുറത്തു വന്നത്. ജസ്റ്റിസ് DK സിംഗ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് കീം റാങ്ക് പട്ടിക റദ്ദാക്കിയത്. ഇത് CBSE വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിൻ്റെ നടപടിയും. ഇതിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, സംസ്ഥാന സർക്കാർ ഈ ഗെയിം ആരംഭിച്ചതിന് ശേഷം ആ നിയമത്തിൽ, കളിയുടെ നിയമത്തിൽ മാറ്റം വരുത്തുന്നത് തെറ്റാണ്, അക്കാര്യം പാടില്ല. മാത്രമല്ല അക്കാര്യം സിംഗിൾ ബെഞ്ച് ഉദ്ദേശിക്കുന്നത് ഈ എൻട്രൻസ് പ്രവേശന പരീക്ഷയുടെ നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത്. അത് നിയമവിരുദ്ധമാണ്, ഏകപക്ഷീയമാണ്. അതുകൊണ്ട് തന്നെയാണ് എൻട്രൻസ് പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ ആ നടപടി, പ്രോസ്പെക്ടസ് റദ്ദാക്കുന്നത്. ഒപ്പം പഴയ പ്രോസ്പെക്ടസ് അനുസരിച്ച് ഇതിൻ്റെ പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന കാര്യവും കൂടി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഇന്ന് തന്നെ വിധി വന്ന മണിക്കൂറുകൾക്കകം തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ഈ അപ്പീൽ നാളെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്യും. ഇതിൽ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ, സ്റ്റേറ്റ് CBSE വിദ്യാർത്ഥികൾ തമ്മിലുള്ള അസമത്വം ഒഴിവാക്കാനാണ് ഏകീകൃത ഫോർമുല നടപ്പാക്കിയത് എന്നാണ്. സർക്കാർ വ്യക്തമാക്കുകയാണ്. താങ്ക് യു ശ്യാം ദേവരാജ്.